ദ റിയൽ കേരള സ്റ്റോറി ഇന്ന് നമ്മൾ നാട്ടിൽ കണ്ടിരിക്കുകയാണ്. ഞാൻ ക്യാപ്ഷൻ കൊടുത്ത് നിങ്ങൾ വായിച്ചു കാണുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അതായത് നിമിഷപ്രിയയുടെ ജീവന് വേണമെങ്കിൽ ഇന്ന് കാന്തപുരം എന്ന പേര് വിളിക്കാം. ഒരു ജീവൻ നമ്മൾ വിഷ്ണു എന്നൊരു സിനിമയുടെ അവസാന നിമിഷങ്ങളിൽ സംഭവിക്കുന്ന ആ ഒരു ക്യൂരിയോസിറ്റി, മമ്മൂട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഏറ്റവും അവസാനം തൂക്കുകയറിലേക്ക് പോകുന്നതിന് തൊട്ടു മുന്നോടിയായിട്ട് വരുന്നൊരു വാർത്തയുണ്ടല്ലോ, ഏവരും കേൾക്കാൻ ആഗ്രഹിച്ചിരുന്ന ഒരു വാർത്തയാണ്. ആ ഒരു വാർത്തയ്ക്ക് നിമിത്തമായി മാറുകയാണ് യമൻ പോലെ ഒരു മതരാഷ്ട്രത്തിൽ, പ്രത്യേകിച്ച് ഹൂതി സ്വാധീന മേഖലയിൽ നമ്മുടെ ഭരണകൂടങ്ങൾ നിരായുധരായി നിന്ന സമയത്ത് വിഷയത്തിൽ ഇടപെടാൻ പറ്റുന്നതിന്റെ ബുദ്ധിമുട്ടുകൾ നേരിട്ട സന്ദർഭത്തിൽ അവസാന നിമിഷങ്ങളിൽ ഒരു മനുഷ്യൻ എന്ന് വിളിക്കാനാണ് ഈ സന്ദർഭത്തിൽ കാന്തപുരത്തിന് ഇഷ്ടമാകുന്നത്. കാര്യം കഴിഞ്ഞ ഒരു വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് എന്തുകൊണ്ട് ഈ വിഷയത്തിൽ ഇടപെട്ടു എന്നുള്ളത് അദ്ദേഹം പറഞ്ഞൊരു മറുപടിയാണ്, മനുഷ്യനായതുകൊണ്ട്, നിമിഷപ്രിയയ്ക്ക് വേണ്ടിയല്ല. അതെ, ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന നമ്മൾ എല്ലാവരും മനുഷ്യരാണ്. നമ്മുടെ നാട്ടിലെ ഒരു മലയാളിയായ ഒരു പെൺകുട്ടിക്ക്, ഏതൊരു വ്യക്തിക്ക് സംഭവിച്ചു പോകാൻ പറ്റുന്ന ഒരു അപകടത്തിൽ ചെന്ന് അബദ്ധത്തിൽ പെട്ടുപോവുകയാണ്. അതിന്റെ ഭാഗമായിട്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന തത്രപ്പാടിനിടയിൽ സംഭവിച്ചു പോയൊരു തെറ്റ്, അത് ആ രാജ്യത്തെ സംബന്ധിക്കുന്നിടത്തോളം വലിയ പ്രശ്നമായിരുന്നെങ്കിലും ആ വധശിക്ഷ നടപ്പാക്കിയെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ നാടിനെ സംബന്ധിക്കുന്നിടത്തോളം അത് വല്ലാത്ത വ്രണപ്പെടുത്തലുകൾക്ക് അവസരമുണ്ടാകുമെന്നുള്ള നിലയ്ക്ക് ജാതി മത വ്യത്യാസമില്ലാതെ ഈ അടുത്ത കാലത്ത് കർണാടകയിൽ അർജുൻ എന്ന ലോറി ഡ്രൈവർ മണ്ണിനടിയിൽപ്പെട്ട സന്ദർഭത്തിൽ ആ ജീവന് വേണ്ടി എങ്ങനെയാണോ നമ്മൾ മുറവിളി ഉയർത്തിയത്, അതുപോലെ നിമിഷപ്രിയയ്ക്ക് വേണ്ടി മുറവിളി ഉയർത്തി. ഈ സന്ദർഭത്തിൽ കാന്തപുരം എന്ന മുസ്ലിയാക്കും നേരത്തെ അദ്ദേഹത്തിന്റെ പല കാര്യങ്ങളോടും വിയോജിപ്പുണ്ടെങ്കിലും ആ വിയോജിപ്പ് തുറന്നു പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഈ സന്ദർഭത്തിൽ വിയോജിക്കാനും യോജിക്കാനും വളരെ സ്വാതന്ത്ര്യമുള്ള ഒരു നാട്ടിലിരിക്കുന്ന നമുക്ക് അദ്ദേഹം ചെയ്ത ഈ പ്രവർത്തനത്തെ മറ്റെല്ലാം മാറ്റിവെച്ച് ഹൃദയം തുറന്ന് അഭിനന്ദിച്ചേ മതിയാവുള്ളൂ. ചിലരൊക്കെ അതിന്റെ അവകാശവാദങ്ങൾ, ചിലപ്പോൾ ഈ ക്രെഡിറ്റ് അടിച്ചെടുക്കാനുള്ള ടീംസ് ആണല്ലോ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതലുള്ളവർ. അതായത് നമ്മൾ ചെയ്തോ ചെയ്തില്ലേ അല്ല, ഏതെങ്കിലും ഒരു വിഷയത്തിൽ എന്റെ പേരുകൂടി തിരികെ കയറ്റാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ മറ്റു ചിലർ ചില ഇടങ്ങളിലൊക്കെ പണിയെടുക്കുന്നുണ്ടെങ്കിലും നാടിന് ബോധ്യപ്പെട്ടു എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു മതപുരോഹിതന്മാരുടെ ആശയവിനിമയത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു വലിയ തീരുമാനം കൈക്കൊള്ളുമ്പോൾ സ്വാഭാവികമായിട്ടും നയതന്ത്ര തലത്തിലുള്ള ഇടപെടലുകൾ ഏറെ ബുദ്ധിമുട്ടായിട്ടുള്ള സാഹചര്യത്തിൽ അവിടെ ഇങ്ങനെ ഒരു തീരുമാനം കൈക്കൊള്ളിക്കാൻ അവസാന നിമിഷത്തിൽ ഇറങ്ങി പുറപ്പെട്ട ആ ഒരു തീരുമാനം ഉണ്ടല്ലോ, ആ തീരുമാനമാണ് കാന്തപുരം എന്ന വ്യക്തിയെ അടയാളപ്പെടുത്താൻ പോകുന്നത്. ഓരോ മനുഷ്യനെയും ഈ ഭൂമിയിൽ എങ്ങനെയായിരിക്കും അടയാളപ്പെടുത്തുക എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ. ഒരിക്കലും ജീവിച്ചിരിക്കുന്ന സമയത്ത് നിങ്ങൾ എന്തായിരുന്നു എന്നുള്ളതല്ല, നിങ്ങൾ എന്ത് പ്രവൃത്തി ചെയ്തിരുന്നു എന്നുള്ളതാണ്. ആ പ്രവൃത്തി മാത്രമേ കാലാനുവർത്തിയായിട്ട് ചർച്ച ചെയ്യപ്പെടുത്തുള്ളൂ. മറ്റുള്ളവർ പിന്നീട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ സ്വയം പറയുകയല്ല, ചെയ്ത പ്രവൃത്തിയെക്കുറിച്ച് മറ്റുള്ളവർ കേട്ട് അഭിപ്രായം പറയണം. ആ പ്രവൃത്തിയെ ഇന്നിപ്പോ കാന്തപുരം ചെയ്ത പ്രവർത്തനങ്ങൾക്ക് ശേഷം നാട് സംസാരിക്കുന്നുണ്ടല്ലോ, അതുപോലെ മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കുക. അവർ അതിനെക്കുറിച്ച് എന്ത് അഭിപ്രായം പറയുന്നു, അത് മാത്രമേ നിങ്ങൾ എന്ന വ്യക്തി ഈ ഭൂമിയിൽ നിന്ന് മാഞ്ഞു പോയാലും പിന്നീട് ബാക്കിയുള്ളവരുടെ മനസ്സിൽ അവശേഷിക്കത്തുള്ളൂ. അല്ലാതെ വ്യക്തി എന്നുള്ള നിലയ്ക്ക് സ്വാർത്ഥനായി ജീവിക്കുന്ന ഒരു മനുഷ്യരെയും ഒരു കാലവും അടയാളപ്പെടുത്തിയിട്ടില്ല. ആരെയൊക്കെ പേരുകൾ അവർ മരണപ്പെട്ടതിന് ശേഷം ഇന്ന് സമൂഹം ചില ഉദാഹരണങ്ങളായി ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ ഈ നാടിനു വേണ്ടി ജീവിച്ചിരുന്ന സമയത്ത് എന്തെങ്കിലും പ്രവർത്തിച്ചവരെ മാത്രമാണ്, ജനങ്ങൾക്ക് വേണ്ടിയും മനുഷ്യർക്ക് വേണ്ടിയും നല്ല കാര്യങ്ങൾ ചെയ്തവരെ മാത്രമാണ്. നിങ്ങൾ ഒരു കാര്യം മാത്രം ആലോചിച്ചാൽ മതി, ഏതൊക്കെ പേരുകളാണ് ഇന്ന് മരിച്ചതിന് ശേഷം നമ്മൾ ഓർക്കുന്നത്, ചർച്ച ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവർ ഇന്നലകളിൽ സ്വന്തം ജീവൻ പോലും പണയം വെച്ച് അന്ന് ജീവിച്ചിരുന്ന മനുഷ്യർക്ക് വേണ്ടി ശബ്ദമുയർത്തിയവർക്ക് വേണ്ടിയാണ്. അവിടെ മതം പറഞ്ഞവർക്കല്ല, അല്ലെങ്കിൽ മതപുരോഹിതന്മാരെ അല്ല. അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഈ പ്രവൃത്തി കൊണ്ടാണ് കാന്തപുരത്തെ വരും കാലങ്ങളിൽ നിമിഷപ്രിയ എന്നൊരാളെ യമൻ എന്നൊരു രാജ്യത്ത് തൂക്കുകയറിലേറ്റാൻ ശ്രമിച്ച സന്ദർഭത്തിൽ ഇടപെട്ട മനുഷ്യരാണെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്ക്, കാന്തപുരം. ആ കാന്തപുരം ചെയ്ത ഈ പ്രവർത്തനം നമ്മുടെ നാടിനെ കുറിച്ച് പലതരത്തിലുള്ള കുപ്രചരണങ്ങൾ നടത്താൻ പരിശ്രമിച്ചവർക്ക്, ഒരു ക്രിസ്ത്യൻ യുവതിയെ മുസ്ലിം രാഷ്ട്രത്ത് അകപ്പെട്ടു പോയിടത്ത് ഭരണകൂടം പോലും നിരായുധരായിട്ട് ഇടപെടാൻ പറ്റാത്ത സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ ഒരു മതപുരോഹിതൻ എന്നൊരു മനുഷ്യൻ ആ ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി നടത്തിയ ഇടപെടലുണ്ടല്ലോ, ആ ഇടപെടൽ കേരളത്തിന്റെ അഭിമാന താരകമാക്കി മാറ്റിയിരിക്കുകയാണ്. ഒരു മലയാളിക്ക് വേണ്ടി മറ്റൊരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ ജാതി മതം
മാറ്റി നിർത്തൂ. ജാതിയും മതവും ഒക്കെ പറഞ്ഞ് പരസ്പരം വിഘടിപ്പിക്കാനും വിഭജിക്കാനും ചിലർ പരിശ്രമിക്കുന്ന കാലഘട്ടത്തിൽ അതിനൊന്നും നിന്നുകൊടുക്കാതെ ഈ നാടിൽ ജീവിക്കുന്ന മനുഷ്യർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായകമായി മാറുന്ന ഈ സന്ദർഭമുണ്ടല്ലോ, ആ സന്ദർഭമാണ് എല്ലാ കാലത്തും ഈ നാടിനെ കുറിച്ച് മറ്റുള്ള ഇടങ്ങളിൽ അടയാളപ്പെടുത്തുക. അതുകൊണ്ട് നമ്മുടെ രാജ്യത്തിനതീതമായി രാജ്യാന്തര തലത്തിൽ ശ്രദ്ധ നേടിയിട്ടുള്ള ഈ വിഷയത്തിൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഏറ്റവും അവസാന നിമിഷത്തിൽ നടത്തിയ ആ സൈക്കോളജിക്കൽ മൂവ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ സർജിക്കൽ സ്ട്രൈക്ക് ഉണ്ടല്ലോ, അത് ഇന്നിപ്പോ ഈ രാജ്യത്തിന്റെ അഭിമാനം, ഈ നാട്ടിലെ മനുഷ്യരുടെ പരസ്പര സ്നേഹവും അടുപ്പവും എല്ലാം കൂടുതൽ വർദ്ധിപ്പിക്കാനും നാടിനെ കുറിച്ച് പുറത്തേക്ക് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത്, ഒരു മതവിഭാഗത്തെ കോൺട്രൈസ് ചെയ്യാൻ ശ്രമിക്കുന്നത്, അവർക്കെല്ലാം ഈ ഒരൊറ്റ പ്രവൃത്തി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഫീഡ്ബാക്ക് ഉണ്ട്, ഒരു മൈലേജ് ഉണ്ട്. അതൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. അതുകൊണ്ട് ഈ കേരളത്തിന്റെ മതേതരത്വത്തെ ഉയർത്തിക്കാട്ടാനും കേരളത്തിന്റെ മതനിരപേക്ഷ മനസ്സുകളെ സംബന്ധിച്ച് പുറം ലോകത്തുള്ളവർക്ക് തുറന്നു കാട്ടിക്കൊടുക്കാനുള്ള ഒരു ഉദാഹരണം കൂടിയാണ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ചെയ്ത ഈ പ്രവർത്തനമെന്ന് പറയേണ്ടി വരികയാണ്. ഇവിടെയാണ് നമ്മൾ സ്വയം മനസ്സിലാക്കേണ്ട സന്ദർഭങ്ങൾ. ആ സന്ദർഭങ്ങളിൽ നമ്മൾ തന്നെ അഭിമാനപൂർവ്വം മറ്റുള്ളവരോട് പറയുമ്പോൾ, സോഷ്യൽ മീഡിയയിലെ ഫീഡുകൾ എടുത്ത് പരിശോധിക്കുമ്പോൾ അതിലെ മെസ്സേജുകൾ ഉൾപ്പെടെയുള്ളത് ഇങ്ങനെ വായിക്കുമ്പോഴെല്ലാം നമുക്കുകൂടി അഭിമാനമുണ്ടാവുകയാണ്. ഈ നാട്ടിൽ ചില മതപുരോഹിതന്മാരുടെ വേഷങ്ങൾ, അത് മാത്രം വെച്ചിട്ടല്ല വ്യക്തിയെ വിലയിരുത്തേണ്ടത്. മതപുരോഹിതന്മാർ അല്ലെങ്കിൽ മതങ്ങളൊക്കെ ഈ നാട്ടിൽ വേണം, പക്ഷേ മനുഷ്യർക്കായിരിക്കണം അത് ഗുണം ചെയ്യേണ്ടത് എന്നുള്ള യാഥാർത്ഥ്യമാണ്. അതിൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ വിജയിച്ചിരിക്കുകയാണ്. ഇത്രയും കാലം അത് അദ്ദേഹം നേരത്തെ ചെയ്ത, ഞാൻ പറഞ്ഞില്ല, ഒരു സന്ദർഭത്തിൽ അദ്ദേഹത്തെ നെഗറ്റീവ് പറയേണ്ട കാര്യമില്ല. പക്ഷേ ഈ സന്ദർഭത്തിലും മറ്റിടങ്ങളിലൊക്കെ ഈ ചില പ്രത്യേക കമ്മിറ്റിക്കാരുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ, എന്തിലും ഏതിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ആള് ഞാനാണ്, ഒരു ആണ്ടിയുടെ ശൈലിയിൽ ഇതെല്ലാം ചെയ്തത് ഞാനാണെന്ന് പറയുന്ന രീതിയിൽ ഒരു പ്രൊപ്പഗൻഡ മറുസൈഡിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിനുവേണ്ടി ഒരു സംഘടനയുടെയൊക്കെ പേര് പൊടിതട്ടി എടുത്തുകൊണ്ട് വരുമ്പോൾ നിമിഷപ്രിയയ്ക്ക് അറിയാം, അല്ലെങ്കിൽ ആ ഉത്തരവ് പുറത്തു വന്നത് കേന്ദ്ര സർക്കാരിലൂടെ അല്ല, ആ ഉത്തരവ് പുറത്തേക്ക് വന്നത് കാന്തപുരം ആ ഉത്തരവൊക്കെ പുറത്തേക്ക് വിടുമ്പോഴും അതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പങ്കുവെക്കുമ്പോഴും ആ ഇടപെടൽ എന്താണെന്ന് മനസ്സിലാകും. ഒരു രാജ്യത്തെ സംബന്ധിക്കുന്നിടത്തോളം അവിടുത്തെ അവസ്ഥ, എംഎൽഎ അവസ്ഥ, ആ നിമിഷപ്രിയ ഇതിൽ പെട്ടുപോയ സംഭവത്തെക്കുറിച്ചും അറിയാം. ഒരു ക്ലിനിക്കുമായി ബന്ധപ്പെട്ട് വരുമാന മാർഗമായിട്ടുള്ള ഒരു സംവിധാനത്തിനകത്താണ് ഇത് സംഭവിക്കുന്നത്. ഒരാൾ മറ്റൊരു സ്ത്രീ ആയതിന്റെ പേരിൽ അവർ നേരിടേണ്ടി വന്ന പീഡനങ്ങളെ കുറിച്ചും അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ചെയ്ത ശ്രമങ്ങൾക്കിടയിൽ സംഭവിച്ചു പോയ ഒരു പിഴയാണ്, മനഃപൂർവ്വമല്ല. സ്വന്തം ജീവൻ രക്ഷപ്പെടുത്താൻ മറ്റു വഴികളില്ലാത്തതിന്റെ പേരിൽ സ്ത്രീ എന്നുള്ള നിലയ്ക്ക് ഒരാൾ ക്രൂര പീഡനങ്ങൾക്കിടയിൽ ചെയ്തു പോയ ഒരു ചെറിയ തെറ്റാണ്. അത് ഒരു ഉറക്കിക്കിടത്തണമെന്നൊരു ആഗ്രഹത്തിൽ മരുന്ന് കൊടുത്തത് കൂടിപ്പോയി എന്നുള്ള നിലയ്ക്ക് സംഭവിച്ചതാണ്. ആ നിലയ്ക്ക് അതിനെ ക്ഷമിക്കാൻ പറ്റുന്നതാണ്. ഇതൊക്കെയല്ലേ മതം എന്ന് പറഞ്ഞാൽ. ഒരു ജീവൻ തല്ലിക്കെടുത്താൻ എത്ര എളുപ്പമാണ്, ഒരു ജീവൻ സൃഷ്ടിക്കെടുക്കാൻ ഒരു മനുഷ്യൻ വിചാരിച്ചാലും കഴിയില്ല. പക്ഷെ ഒന്നിനെ ഇല്ലാതാക്കാൻ എളുപ്പമാണ്. അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് മതം തിരയാതെ മനുഷ്യനെ മാത്രം നോക്കിയെടുത്ത ആ തീരുമാനത്തിന് സന്ദർഭമാണ് ഈ നാടിന്റെ ഉപയോഗപ്പെടുത്തുമായിരുന്ന ഒരു സന്ദർഭമാണ്. മറ്റൊരു മുസ്ലിം രാജ്യത്തെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് അവിടെ ഒരു ക്രിസ്ത്യാനിക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സന്ദർഭം ഉണ്ടായാൽ ഇന്നത്തെ കാലത്ത് പറയേണ്ടതില്ലല്ലോ. സംഘപരിവാറിന് അതൊരു വലിയ സുവർണാവസരം കാത്തിരിക്കുകയായിരുന്നു. അത് വെച്ച് പ്രചരിപ്പിക്കാനും ഒരു മതത്തെ വിദ്വേഷത്തിന്റെ പാതയിലൂടെ വീണ്ടും നടത്തിക്കാനും ഇരുട്ടിൽ നിർത്താനും ശ്രമിക്കുന്ന സന്ദർഭത്തിൽ ഇങ്ങനെ ഒരു ഇടപെടൽ നടത്തി. ഏറ്റവും അവസാനമെങ്കിലും ഇടപെട്ടല്ലോ. മിണ്ടാതിരുന്നെങ്കിൽ അദ്ദേഹം ഒന്നും ചെയ്തില്ല, അതും കടന്നു പോകും. കുറച്ചിവിടെ ബഹളവും ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കിയിട്ട് ആ വിഷയം അങ്ങ് കടന്നു പോകുന്ന സന്ദർഭത്തിൽ മൗനിയായിട്ട് വേണമെങ്കിൽ കാന്തപുരത്തിന് ഇരിക്കാമായിരുന്നു. അദ്ദേഹം അത് ചെയ്തില്ലല്ലോ. ആ ചെയ്യാത്തിടത്താണ് അദ്ദേഹം എന്ന വ്യക്തിയെ നമ്മൾ ചേർത്ത് പിടിക്കുന്നത്, നെഞ്ചോട് ചേർക്കുന്നതെന്ന് പറയുന്നു. അതുകൊണ്ട് ഇന്നലകളിൽ അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങളെ ഒന്നും ഈ സന്ദർഭത്തിൽ കാട്ടേണ്ടതില്ല. ഇന്ന് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, അതിന്റെ നന്മ എന്താണ്, അത് മാത്രം തന്നെയാണ് ചർച്ച ചെയ്യേണ്ടത്. വിയോജിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്കും ഏതൊരു വ്യക്തിയും നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലത് തന്നെ പറയണം. അതാണ് ഈ നാടിന്റെ മാതൃക. ഈ നാടിനെ കുറിച്ച് പുറത്തുള്ള കുപ്രചരണങ്ങൾക്ക് തയ്യാറായാലും അതിനപ്പുറത്തേക്ക് ഇവിടെ മുന്നിൽ തെളിയിക്കാൻ വേണ്ടി നമുക്ക് കഴിയുക എന്ന് പറയുന്നത് അത് തന്നെയാണ് ഈ നാടിന്റെ ഐക്യവും ഒത്തൊരുമയും ഈ നാടിനെ വേറിട്ടതാക്കുന്നത്. ഈ നാടിനെ കുറിച്ച് ഇല്ലാത്തത് പ്രചരിപ്പിക്കുന്നവർക്ക്, അല്ലെങ്കിൽ ഈ നാട്ടിലെ ഒരു വിഭാഗക്കാരോട് വല്ലാത്ത വിദ്വേഷം സൂക്ഷിക്കുന്നവർക്ക് ഇതൊക്കെയാണ് അവർക്ക് കൊടുക്കാൻ കഴിയുന്ന മറുപടി എന്ന് പറയുന്നത്. അതുകൊണ്ട് നാടിന്റെ നന്മ അത് കാന്തപുരത്തിലൂടെ അതിന്റെ യശസ് ഉയർന്നിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇതുപോലുള്ള മതസൗഹാർദ്ദ നാട്ടിൽ ഈ വിഭജിക്കാൻ നടക്കുന്നവർക്ക് ഇനി സ്ഥാനമുണ്ടാകാത്ത അവസ്ഥ ഉണ്ടാകും. എല്ലാ മതങ്ങളും ഒന്നിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മുസ്ലിം ഹിന്ദു എന്നുള്ള രീതിയിൽ വേർതിരിവില്ലാതെ മതസൗഹാർദ്ദം വന്നു കഴിഞ്ഞാൽ വിഭജിക്കാൻ നടക്കുന്നവർക്ക് പിന്നെ ഈ നാട്ടിൽ സ്ഥാനമില്ല. അവരിവിടെ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ പരസ്പരം
പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ ഈ നാടിന്റെ നല്ല മനസ്സുകൾ ഇത്തരം പ്രവൃത്തിയിലൂടെ ആ നീക്കത്തെ പരാജയപ്പെടുത്തും, പ്രതിരോധിക്കുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോ അതിനുവേണ്ടി ഇങ്ങനെ ഒരു നീക്കം നടത്താൻ വേണ്ടി കാന്തപുരം ഇറങ്ങി പുറപ്പെടുമ്പോൾ ഈ നാട്ടിലെ സർവ്വ മനുഷ്യരും ഒന്നാകെ എണീറ്റ് നിന്ന് അദ്ദേഹത്തെ ആദരവോടുകൂടി ആ ഒരു നീക്കത്തിന് തയ്യാറായതിന് അഭിനന്ദിക്കുമ്പോൾ അതിനപ്പുറത്തേക്ക് എത്ര വാക്കുകൊണ്ട് വിശദീകരിച്ചാലും വാക്കുകൊണ്ട് പ്രശംസിച്ചാലും തീരാത്തതാണ്. ഇതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ അതൊരു വലിയ ദ്രോഹമായി പോകും, നീതികേടായി പോകും. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള പ്രതികരണങ്ങൾ വരുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ തങ്കപ്പൻ, കാന്തപുരം ഉസ്താദ് ഇന്ന് ദൈവത്തോട് ഉയർന്ന് ദൈവത്തിന്റെ ജാതിയും മതവും ഇല്ലല്ലോ. അതെ, ദൈവത്തോളം ഉയർന്നു. വളരെ കൃത്യമായിട്ടുള്ള നിരീക്ഷണമാണ്. ചിലരൊക്കെ പറയുന്നുണ്ട് ഉമ്മൻചാണ്ടിയുടെ ആത്മാവ് വിളിച്ചു എന്നൊക്കെ പറഞ്ഞ് കഥ ഇറക്കി. അതായത് ഇതിന്റെ ഇടയിലും രാഷ്ട്രീയം തിരുകുന്നു. ഇതിലെന്തിനാണ് രാഷ്ട്രീയം? ഒരു രാഷ്ട്രീയവും ഇല്ല. ഇതിലൊന്നും രാഷ്ട്രീയം ചർച്ച ചെയ്യണ്ട, മറ്റുള്ളവരെ കൊണ്ടുവന്ന് തിരികെ കയറ്റണ്ട. ഇതിൽ എല്ലാ നിയമങ്ങൾ നിലനിൽക്കുന്ന ഒരു മേഖലയിൽ ആ രീതിയിലുള്ള ഇടപെടലുകൾ ഫലവത്താകുക സാധ്യമല്ല. നയതന്ത്ര ബന്ധം ഇവരുമായിട്ട് നടത്താൻ കഴിയാത്തതിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെയാണ് മതപുരോഹിതന്മാർക്ക് ഇടപെടാൻ കഴിയുന്ന സാധ്യത ഉണ്ടായിരുന്നു. ഏതു വഴിയായിരുന്നാലും ആ ജീവൻ ഒരു ദിവസത്തേക്കെങ്കിലും, അതായത് നമ്മൾ മണിക്കൂറുകൾ എണ്ണി മിനിറ്റുകളിലേക്ക് അത് ചുരുങ്ങി വരുന്ന സന്ദർഭത്തിൽ മരുഭൂമിയിൽ മഴ പെയ്തിറങ്ങും പോലെയാണ് ആ തീരുമാനം പുറത്തേക്ക് വരുന്നത്. അത്ര മനോഹരമായിട്ടുള്ളൊരു വാചകം പുറത്തേക്ക് വരുമ്പോൾ അത് സമ്മാനിച്ചൊരു ആശ്വാസമുണ്ട് ആ കുടുംബത്തിന് മാത്രമല്ല, ഈ നാടിനൊന്നടങ്കം. കാര്യം പലരും പരിശ്രമിച്ചു. ആ പരിശ്രമിച്ചത് പരാജയപ്പെടുന്ന അവസാന ഘട്ടത്തിൽ ഇങ്ങനെ ഒരു നീക്കം എല്ലാവരും വളരെ ആകാംക്ഷപൂർവ്വം ഉറ്റുനോക്കിയിരുന്ന ഒരു സംഭവമാണ്. അത് ഫലവത്തായി കഴിഞ്ഞപ്പോൾ ഉണ്ടാകുന്ന ഒരു ആശ്വാസവും നിമിഷപ്രിയയുടെ കുടുംബം അനുഭവിക്കുന്ന അതേ സമാധാനം ഇന്ന് ഈ നാട് കൂടി അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിന് വഴിയൊരുക്കിയ കാന്തപുരത്തിന് ഒരു മനം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. കേരളം മുസ്ലിം പണ്ഡിതനായ കാന്തപുരത്തിന് കടപ്പെട്ടിരിക്കുന്നു ഹൃദയ ദിലീപ് കുമാർ പറഞ്ഞിട്ടുണ്ട്. വളരെ കൃത്യമായിട്ടുള്ളതാണ്. നെറ്റ് സ്ലോ ആയതും പിന്നെ ഇത്രയും വൈകിയ ഒരു സന്ദർഭമായതുകൊണ്ട് ഇടയ്ക്ക് കട്ടാവുന്നുണ്ട്. കാര്യം മഴയായതുകൊണ്ട് കാലാവസ്ഥ പുറത്ത് മോശമാണ്. അപ്പോൾ വൈഫൈ കണക്ഷന്റെ ഒരു പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഒന്നാണ് സഹോദരങ്ങളെ. മതമൊക്കെ ഒരു സൈഡിൽ മനുഷ്യന്റെ ഒരു ഭാഗം മാത്രമാണ്. അതിന്റെ പിന്നിൽ അണിനിരന്ന് അന്ധരാകാതിരിക്കുക. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനുഷ്യരായി കണ്ട് ജീവിച്ചു നോക്കിയ എത്ര സുന്ദരമാണ് നമ്മുടെ നാട്, എത്ര മനോഹരമാണ് നമ്മുടെ നാട്. മതം ഒരു സമാധാനത്തിനുള്ളൊരു ഉപാധിയായിട്ട് കാണുക. പച്ചയായ മനുഷ്യരാണ്. ഞാൻ മുസ്ലിം, നീ ക്രിസ്ത്യൻ, നീ ഹിന്ദു, അങ്ങനെയല്ല. വി ആർ ഓൾ ഹ്യൂമൻ ബീങ്സ് എന്നൊരൊറ്റ കാര്യം മനസ്സിലാക്കുക. നമ്മളെല്ലാവരും മനുഷ്യരാണ്, ഒരേപോലെ പിറന്നവരാണ്. അത് ആരൊക്കെയോ സൃഷ്ടിച്ച 3 സിസ്റ്റം ഇവിടെ ഉണ്ട്, അല്ലെങ്കിൽ അതിലേറെ സിസ്റ്റങ്ങളുണ്ട്, അതിലേക്ക് ചെന്ന് പെടുന്നു. അതുകൊണ്ട് അവൻ മനുഷ്യനല്ലാതായി മാറുന്നില്ല. കാഴ്ചയിൽ എല്ലാവരും മനുഷ്യനായിരിക്കണം. അതായിരിക്കണം നമ്മുടെ ഉള്ളിൽ. ഞാൻ വലിയവൻ, ഞാൻ മറ്റവൻ ചെറിയവൻ, അവനോട് അവജ്ഞ, പുച്ഛം, ഇതൊന്നും വേണ്ടെന്നേ. നമ്മളെല്ലാ മനുഷ്യരെയും കണ്ടുനോക്കിയ ജീവിതത്തിൽ ഓരോരോ കഥാപാത്രങ്ങളാണ് മനുഷ്യൻ. നിങ്ങൾ ഓരോ പുറത്തിറങ്ങുമ്പോഴുള്ള കാഴ്ചയൊന്ന് മാറ്റി നോക്കിയാൽ പലതിനും നിങ്ങൾക്ക് അതൊരു മനോഹര കാഴ്ച. കാര്യം ഒരു സാധാരണക്കാരനായിട്ടുള്ള ഈ കപ്പലണ്ടി വിൽക്കാൻ നടക്കുന്ന തൊഴിലാളികളെ ഒന്ന് ആലോചിക്കണം. ഏതോ ഒരു കുഞ്ഞിന് ആഹാരം മേടിക്കാനാണ്, ഏതോ ഒരു കുടുംബത്തെ പോറ്റാനാണ്. നമ്മൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾക്ക് കുറച്ച് പ്രിവിലേജോ നമ്മൾ കുറച്ച് അപ്പർ ലെവലിലേക്ക് എത്തുമ്പോൾ നമ്മൾ ഒരിക്കലും കാണാതെ പോകരുത്. കാര്യം ഒരു സെപ്റ്റിക് ടാങ്ക് ക്ലീൻ ചെയ്യാൻ വരുന്ന മനുഷ്യൻ നമ്മൾ ഇപ്പോഴും ഒരു വല്ലാത്ത ഒരു മനോഭാവത്തിലാണ് കാണുന്നത്. എന്തോ അവരടുത്ത് നമ്മൾ കൂടുതൽ ഇടപെടാൻ പാടില്ല, മോശം ജോലി ചെയ്യുന്നത്. അവരൊക്കെ ആ ജോലി ചെയ്തില്ലെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതം എന്തായി മാറും? അപ്പോ അവരത് ചെയ്യുന്നത് അതേ കിട്ടിയോളൂ, അതെങ്കിലും ചെയ്ത് ഒരു കുടുംബം പുലർത്താനാണ്. അപ്പോൾ അവരോടെല്ലാം നമ്മൾ മാനുഷിക സ്നേഹം പുലർത്തുകയാണെങ്കിൽ, ഒരു മനുഷ്യത്വപരമായിട്ടൊക്കെ ഇടപെടുകയാണെങ്കിൽ അതിനോളം മനോഹരമായിട്ടുള്ള ഒരു ഇതുമില്ല. അതൊന്നും തരാനായിട്ട് ഒന്നിനും ഈ ലോകത്ത് കഴിയില്ല എന്നൊരു യാഥാർത്ഥ്യം ജീവിതം കൊണ്ട് തിരിച്ചറിഞ്ഞ ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ പറയുന്നത് അത്തരം കാഴ്ചകളിലേക്കൊക്കെ ഈ നാടിന് മാറാൻ കഴിഞ്ഞാൽ നമ്മൾ എത്ര സാഹോദര്യത്തോടെ, ഞാൻ പറയുന്ന വിഭജിക്കാൻ നടക്കുന്ന മനുഷ്യർക്കൊന്നും നമ്മുടെ അടുത്തേക്ക് വരാൻ കഴിയില്ല. നിലപാടുകൾ കൊണ്ടും പ്രവൃത്തി കൊണ്ടൊക്കെ പ്രതിരോധമായി തീരാൻ പറ്റും. ഇത് ഓരോ മതത്തിന്റെ പുറകിലൊക്കെ അണിനിരന്ന് മനുഷ്യർ എന്ന് മറന്നിട്ട് ഞങ്ങൾ ഹിന്ദുവാണ്, മുസ്ലിമാണ്, ക്രിസ്ത്യാനിയാണ് എന്ന രീതിയിലേക്ക് വിഭജനം വരുന്നിടത്താണ് ഈ പറയുന്ന വർഗീയ വിഷയങ്ങൾക്കൊക്കെ നമ്മളെ വേർതിരിക്കാൻ പറ്റുന്നത്. അതിനപ്പുറത്തേക്ക് നിമിഷപ്രിയയുടെ ജീവന് കാന്തപുരം തണലാകുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മതം നോക്കാതെ ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് കണ്ട് ഇടപെടാൻ കഴിഞ്ഞാൽ അതിനോളം മനോഹാരിത ഇല്ല സഹോദരങ്ങളെ നമ്മുടെ നാട്ടിലെന്ന് പറഞ്ഞു വെക്കുകയാണ്.
അപ്പോൾ ഇതാണ് നിങ്ങളുമായിട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുണ്ടായിരുന്ന കാര്യം. അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക. ഈ സന്ദർഭത്തിലാണെങ്കിൽ അത് പറഞ്ഞിരിക്കണം. എല്ലാ മനുഷ്യരെ അകറ്റരുത്, അകന്ന് പോകരുത്. നമ്മൾ അടുത്തടുത്ത് നിൽക്കേണ്ട കാലങ്ങളാണ്. പല രീതിയിലും ഇതൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്നുണ്ടെങ്കിലും ആ ഒരു നന്മയും കാഴ്ചപ്പാടും ആ ഇടപെടാനെടുത്ത അദ്ദേഹത്തിന്റെ വിശാലമായ തീരുമാനത്തെയൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വേണമെങ്കിൽ നമ്മുടെ മതസ്ഥരല്ല എന്ന് ചിന്തിച്ചുകൊണ്ട് തീരുമാനമെടുക്കാതിരിക്കാമായിരുന്നു, പക്ഷെ അത് ചെയ്തില്ല. ആ ഇടപെടൽ ഒന്നും ചെയ്യാതിരിക്കാമായിരുന്നിടത്ത് ഇതെങ്കിലും ചെയ്യാമെന്ന് അദ്ദേഹം വിചാരിച്ചെടുത്താണ് മനുഷ്യത്വത്തിന്റെ ആ നന്മ ഉറങ്ങിക്കിടക്കുന്നതെന്ന് ഞാൻ പറയുകയാണ്. അപ്പോൾ നിങ്ങളും അത്തരം ഇടപെടലുകൾ, കണ്ണിലെ കാഴ്ചകളെ അടച്ചിരുട്ടാക്കാതെ ചെയ്യാൻ പറ്റുന്നത് ചെയ്ത് മുന്നോട്ട് പോകണം. ഒപ്പം താമസിക്കുന്ന മനുഷ്യർ, അതായത് ഒരു മനുഷ്യൻ താഴേക്കടയിലായി പോകുന്നത് ചിലപ്പോൾ അവന്റെ കുറ്റം കൊണ്ടായിരിക്കില്ല. എല്ലാവരും നമ്മുടെ കാലത്ത് ജീവിച്ചിരുന്ന മനുഷ്യരാണ്. നമ്മളെല്ലാവരും ഒരുമിച്ച് റൈറ്റ് ഓഫ് ചെയ്ത് ഇവിടെ നിന്ന് പോകുന്നവരായിരിക്കും. അത് പല സന്ദർഭങ്ങളായിരിക്കും എന്നേ ഉള്ളൂ. അപ്പോൾ ജീവിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ നമ്മൾ ആരെയൊക്കെ ചേർത്ത് പിടിച്ചു, ആരെയൊക്കെ വീഴ്ചയിൽ നിന്ന് പിടിച്ചെഴുന്നേൽപ്പിച്ചു, അതൊക്കെ മാത്രമേ ഓർമ്മയിൽ വലിയ സംതൃപ്തി തരത്തുള്ളൂ. സമ്പാദിച്ച് കുന്നോളം കൂട്ടിയിട്ടുണ്ടെങ്കിൽ അടുത്ത തലമുറ എല്ലാത്തിനെയും നശിപ്പിക്കാൻ വേണ്ടി മാത്രമേ ഉപകരിക്കത്തുള്ളൂ. ഉള്ളതിന്റെ ഒരു വിഹിതം, വാരിക്കോരി എന്നല്ല, എല്ലാം നേടിയിട്ട് എല്ലാം ഒന്നും ചെയ്യാനൊന്നും പറ്റത്തില്ല. ഉള്ളതിന്റെ ഒരു വിഹിതമൊക്കെ ആ സാധാരണക്കാർക്ക് കൊടുത്ത് നമ്മളും സംതൃപ്തരായി അവരെയും ജീവിപ്പിച്ച് കടന്നു പോകുമ്പോൾ ആ ജീവിതം അർത്ഥപൂർണമാകുമെന്നുള്ളത് നമുക്ക് ഒരിക്കൽ കൂടി തെളിയുകയാണ്. കാന്തപുരത്തിന്റെ ജീവിതം, ഈ അദ്ദേഹത്തിന്റെ പ്രായം ഇത്രയും എത്തിയെങ്കിലും ഈ ഒരൊറ്റ പ്രവൃത്തി കൊണ്ട് അദ്ദേഹത്തിന്റെ ഇന്നലകളെല്ലാം മാഞ്ഞു പോവുകയാണ്. ഇന്നലകളെയൊന്നും ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. ഇന്ന് അദ്ദേഹത്തിന്റെ ഉള്ളിലെ മനുഷ്യനെയാണ് നമ്മൾ കാണേണ്ടതെന്ന് പറയേണ്ടി വരികയാണ്. അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇത്രയാണ് നിങ്ങളോട് പറയാനുള്ളത്. ലേറ്റായി, മറ്റൊരു വിഷയമായിട്ട് നമുക്ക് നാളെ കാണാം. ഓക്കെ, ബൈ.